ഇതൊരു സാധാരണ മരണമായിരുന്നില്ല. ദുബായ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി അൽ ബുസ്താൻ റൊട്ടാന എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ 230 നമ്പർ മുറിയുടെ വാതിലിനു പുറത്ത് തൂങ്ങിക്കിടന്നിരുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ബോർഡ് ആരെയും സംശയിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല. അകത്ത് പലസ്തീൻ ജനതയുടെ വിമോചന പോരാട്ടങ്ങളിലെ ഏറ്റവും കരുത്തനായൊരു നേതാവ്, ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസ്സുദ്ദീൻ അൽ ഖസ്സാം ബ്രിഗേഡിന്റെ സ്ഥാപകരിലൊരാളായ മഹ്മൂദ് അൽ മബ്ഹൂഹ് അനക്കമറ്റു കിടക്കുകയായിരുന്നു. പുറം ലോകം അപ്പോഴും കരുതിയത് ഇതൊരു സ്വാഭാവിക മരണമാണെന്നാണ്. ഹൃദയാഘാതമോ മറ്റേതെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ആകാം ആ 50കാരന്റെ ജീവനെടുത്തതെന്ന് ഡോക്ടർമാർ പോലും ആദ്യം വിശ്വസിച്ചു. എന്നാൽ ആ മുറിക്കുള്ളിൽ നടന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആസൂത്രിതവും കൃത്യതയാർന്നതുമായ ഒരു രഹസ്യ ഓപ്പറേഷനായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഭയങ്കരമായ ചാരസംഘടനകളിലൊന്നായ മൊസാദ് വർഷങ്ങളായി വേട്ടയാടിക്കൊണ്ടിരുന്ന തങ്ങളുടെ ഇരയെ ഒടുവിൽ കുരുക്കിയ ആ രാത്രിയുടെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. 2010 ജനുവരി 19. സമയം ഉച്ചതിരിഞ്ഞു 3 മണി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമിറേറ്റ്സ് വിമാനത്തിൽ വന്നിറങ്ങിയ മഹ്മൂദ് അൽ മബ്ഹൂഹ് തികച്ചും ശാന്തനായിരുന്നു. വ്യാജ പേരിൽ സാധാരണ വേഷത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ യാത്ര ചെയ്യുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. അന്നും പതിവ് പോലെ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് മഹ്മൂദ് അബ്ദുൾ റൌഫ് മുഹമ്മദ് എന്ന പേരിലുള്ള പാസ്പോർട്ടുമായാണ് അദ്ദേഹം ദുബായിലെത്തിയത്. ഹമാസിന്റെ ആയുധങ്ങൾക്കും സാമ്പത്തിക സ്രോതസ്സുകൾക്കും വേണ്ടിയുള്ള നിർണായകമായ കൂടിക്കാഴ്ചകൾക്കായാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്നാൽ വിമാനത്താവളത്തിന്റെ എമിഗ്രേഷൻ കൗണ്ടറിൽ അദ്ദേഹം പാസ്പോർട്ട് നൽകിയ നിമിഷം മുതൽ അദൃശ്യരായ ചില കണ്ണുകൾ അദ്ദേഹത്തെ പിന്തുടർന്നുണ്ടായിരുന്നു. അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി ടാക്സിയിൽ കയറിയപ്പോൾ ആ ടാക്സിയുടെ പിന്നാലെ മറ്റൊരു വാഹനം നിശബ്ദമായി നീങ്ങി. അദ്ദേഹം അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ലോബിയിൽ പത്രവായനയിൽ മുഴുകിയും ഫോണിൽ സംസാരിച്ചും നിന്നിരുന്ന ചില വിനോദസഞ്ചാരികൾ അദ്ദേഹത്തെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അവർ വെറും സഞ്ചാരികളായിരുന്നില്ല. ടെന്നീസ് റാക്കറ്റുകളും ഷോപ്പിംഗ് ബാഗുകളും കയ്യിലേന്തി പാശ്ചാത്യരായ ടൂറിസ്റ്റുകളെപ്പോലെ വേഷം ധരിച്ച അവർ ഇസ്രയേലിന്റെ മരണഭൂതന്മാരായിരുന്നു. മഹ്മൂദ് അൽ മബ്ഹൂഹിനെ സംബന്ധിച്ചിടത്തോളം മരണം പുതിയൊരു അനുഭവമായിരുന്നില്ല. 1989 മുതൽ ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിരുന്നു അദ്ദേഹം. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വളർന്നുവന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ ഉറക്കം കെടുത്തിയ 2 ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയതോടെയാണ് മബ്ഹൂഹ് മൊസാദിന്റെ കണ്ണിലെ കരടായി മാറിയത്. അവീസ സ്പോർട്ടാസ്, ഇലാൻ സാദോൺ എന്നീ 2 ഇസ്രയേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി വധിച്ച സംഭവത്തിന് പിന്നിലെ സൂത്രധാരൻ മബ്ഹൂഹാണെന്ന് മൊസാദ് വിശ്വസിച്ചു. അന്നുമുതൽ കഴിഞ്ഞ 20 വർഷമായി അവർ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പലതവണ വധശ്രമങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചരിത്രമുണ്ടായിരുന്നു മബ്ഹൂഹിന്. ഒരിക്കൽ വിഷം കലർത്തിയ ഭക്ഷണത്തിലൂടെയും മറ്റൊരിക്കൽ കാർ ബോംബിലൂടെയും മൊസാദ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ ദുബായിൽ വിധി അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല. ഹോട്ടൽ മുറിയിലെത്തിയ മബ്ഹൂഹ് അല്പനേരം വിശ്രമിച്ച ശേഷം പുറത്തുപോയി. നഗരത്തിലെ ചില ഷോപ്പിംഗ് മാളുകളിൽ അദ്ദേഹം കറങ്ങി നടന്നു. ഒരു ജോഡി ഷൂ വാങ്ങി. തിരികെ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ ലിഫ്റ്റിൽ അദ്ദേഹത്തോടൊപ്പം കയറിയ അപരിചിതരായ ചിലർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം മിണ്ടിയില്ല. എന്നാൽ അവരുടെ കണ്ണുകൾ സദാസമയവും അദ്ദേഹത്തിന്റെ ചലനങ്ങളെ ഒപ്പിയെടുക്കുകയായിരുന്നു. രാത്രി ഏകദേശം 8:30 അദ്ദേഹം തന്റെ മുറിയിലേക്ക് മടങ്ങി. വാതിൽ ലോക്ക് ചെയ്തു. എന്നാൽ ആ വാതിലിന്റെ ഇലക്ട്രോണിക് ലോക്കിംഗ് സിസ്റ്റം ഇതിനകം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം മുറിക്കുള്ളിൽ പ്രവേശിച്ചധികം വൈകാതെ ഇടനാഴിയിൽ കാത്തുനിന്ന ഘാതക സംഘം നിശബ്ദമായി ആ മുറിക്കുള്ളിൽ നുഴഞ്ഞുകയറി. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നത് പുറം ലോകം അറിയാൻ വൈകി. പിറ്റേന്ന് ജനുവരി 20 ഉച്ചയായിട്ടും 230 നമ്പർ മുറിയിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു. കട്ടിലിൽ ഉറങ്ങുന്നതുപോലെ കിടക്കുന്ന മബ്ഹൂഹിനെയാണ് അവർ കണ്ടത്. മുറിയിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. ബെഡ് സൈഡ് ടേബിളിൽ മരുന്നുകൾ ചിഹ്നമായി കിടപ്പുണ്ടായിരുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളായിരുന്നു അത്. പ്രഥമദൃഷ്ട്യാ അതൊരു ഹൃദയാഘാതമാണെന്ന് തോന്നിച്ചു.
ദുബായ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനവും സ്വാഭാവിക മരണമെന്നായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളെത്തി. എല്ലാം സാധാരണ പോലെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംശയത്തിന്റെ ചെറിയൊരു കനൽ ദുബായ് പോലീസ് മേധാവി ദാഹി ഖൽഫാൻ തമീമിന്റെ മനസ്സിൽ അപ്പോഴുമുണ്ടായിരുന്നു. മബ്ഹൂഹിനെ പോലൊരു ഉന്നതനായ ഹമാസ് നേതാവ് യാതൊരു അസുഖവുമില്ലാതെ പെട്ടെന്ന് മരിക്കുന്നത് അത്ര സ്വാഭാവികമാണോ? ഈ ചോദ്യം അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹം ഫോറൻസിക് വിദഗ്ധരോട് കൂടുതൽ വിശദമായ പരിശോധന ആവശ്യപ്പെട്ടു. രക്തസാമ്പിളുകൾ വിദേശത്തെ ലാബുകളിലേക്ക് അയച്ചു. ആ പരിശോധനാ ഫലങ്ങൾ വന്നതോടെയാണ് കഥയുടെ ഗതി മാറിയത്. മബ്ഹൂഹിന്റെ ശരീരത്തിൽ സക്സിനൈൽ കോളിൻ എന്ന മാരകമായ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തി. പേശികളിൽ തളർത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഉപയോഗിക്കുന്ന പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു വിഷമായിരുന്നു അത്. കൂടാതെ അദ്ദേഹത്തിന്റെ കാലുകളിലും ചെവിക്ക് പിന്നിലും നേരിയ തോതിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റതിന്റെ പാടുകളും കണ്ടെത്തി. ഇത് സ്വാഭാവിക മരണമല്ല, മറിച്ച് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞ ആ നിമിഷം ദുബായ് പോലീസ് ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു അന്വേഷണത്തിന് തുടക്കമിടുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടലിലെ മാത്രമല്ല, വിമാനത്താവളത്തിലെയും പരിസരത്തെ മാളുകളിലെയും നൂറുകണക്കിന് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അവർ ശേഖരിച്ചു. ആയിരക്കണക്കിന് മണിക്കൂറുകൾ ദൈർഘ്യമുള്ള വീഡിയോ ഫുട്ടേജുകൾ. ക്ഷമയോടെ ഓരോ ഫ്രെയിമും അവർ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിഞ്ഞുവന്നത് അവിശ്വസനീയമായ കാഴ്ചകളായിരുന്നു. ടെന്നീസ് താരങ്ങളെപ്പോലെ വേഷം ധരിച്ച, കയ്യിൽ റാക്കറ്റുകളുമായി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ പല സംഘങ്ങളായി തിരിഞ്ഞ് ഹോട്ടലിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു. ചിലർ ലോബിയിൽ കാത്തുനിൽക്കുന്നു, ചിലർ ലിഫ്റ്റിന് കാവൽ നിൽക്കുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നില്ല, പക്ഷേ അവരുടെ ചലനങ്ങൾ ഒരേ താളത്തിലായിരുന്നു. ഒരാൾ മറ്റൊരാൾക്ക് സിഗ്നൽ നൽകുന്നതും ബാത്റൂമുകളിൽ വെച്ച് വേഷം മാറുന്നതും കൃത്രിമ താടിയും മുടിയും ഉപയോഗിച്ച് രൂപം മാറ്റുന്നതും പോലീസ് കണ്ടെത്തി. അവർ 26 പേരുണ്ടായിരുന്നു. ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുമായാണ് അവർ ദുബായിലെത്തിയത്. ഗെയിൽ ഫോളിയാർഡ്, കെവിൻ ഡാവറോൺ, പീറ്റർ എൽവിങ്ങർ, അങ്ങനെ നീളുന്നു അവരുടെ പേരില്. പക്ഷേ ആ പേരുകളും പാസ്പോർട്ടുകളും വ്യാജമായിരുന്നു. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന നിരപരാധികളായ പൗരന്മാരുടെ വിവരങ്ങൾ മോഷ്ടിച്ചു നിർമ്മിച്ച വ്യാജരേഖകൾ. ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യവും എന്നാൽ അപകടകരവുമായ ചാരപ്രവർത്തനത്തിന്റെ തെളിവുകളായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ. മൊസാദിന്റെ കിഡോൺ എന്ന രഹസ്യ കൊലയാളി സംഘമാണ് ഈ ഓപ്പറേഷന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. ഓരോ ചലനവും കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയായിരുന്നു. മബ്ഹൂഹ് ഹോട്ടലിലേക്ക് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവർ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മുറിക്ക് തൊട്ടു മുന്നിലുള്ള മുറി അവർ ബുക്ക് ചെയ്തിരുന്നു. അദ്ദേഹം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടനാഴിയിൽ റിപ്പയർ വർക്ക് ചെയ്യുന്നവരെ പോലെ അഭിനയിച്ചും ഫോണിൽ സംസാരിക്കുന്നവരെ പോലെ നിന്നും അവർ അദ്ദേഹത്തെ വളയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ദുബായ് പോലീസ് മേധാവി നടത്തിയ പത്രസമ്മേളനം ലോകത്തെ ഞെട്ടിച്ചു. അതുവരെ നിഴലുകളിൽ മാത്രം നടന്നിരുന്ന മൊസാദിന്റെ ഓപ്പറേഷനുകൾ വെളിച്ചത്തു വന്ന നിമിഷമായിരുന്നു അത്. ടെന്നീസ് റാക്കറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ആയുധങ്ങളോ വിഷമോ ആയിരിക്കാം അവർ ഉപയോഗിച്ചത്. മുറി 230-ൽ മബ്ഹൂഹ് പ്രവേശിച്ച നിമിഷം അദ്ദേഹത്തിന്റെ വിധി തീരുമാനിക്കപ്പെട്ടു. പക്ഷേ എങ്ങനെയാണ് അവർ ആ മുറിക്കുള്ളിൽ കയറിയത്? പൂട്ടിക്കിടക്കുന്ന വാതിലുകൾ എങ്ങനെ അവർക്ക് മുന്നിൽ തുറന്നു? അതും ഒരു തെളിവ് പോലും അവശേഷിക്കാതെ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്ര സാങ്കേതികവിദ്യയുടെയും ചാരവൃത്തിയുടെയും ഇരുണ്ട ഇടനാഴികളിലേക്കാണ് അന്വേഷണ സംഘത്തെ നയിച്ചത്. ദുബായ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്തോറും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. എങ്ങനെയാണ് ഈ കൊലയാളി സംഘം മഹ്മൂദ് അൽ മബ്ഹൂഹിന്റെ മുറിയിൽ പ്രവേശിച്ചത്? അതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. മബ്ഹൂഹ് പുറത്തുപോയ സമയം ഏകദേശം 5 മണിക്കൂറോളം 230-ാം നമ്പർ മുറി ശൂന്യമായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കണ്ട ടെന്നീസ് കളിക്കാരുടെ വേഷത്തിലെത്തിയ സംഘത്തിലെ ഒരാൾക്ക് ഈ സമയം ധാരാളമായിരുന്നു. വിങ് കാർഡ് ലോക്ക് ലിങ്ക് എന്ന അത്യാധുനിക ഇലക്ട്രോണിക് ലോക്കിംഗ് സിസ്റ്റമായിരുന്നു ആ ഹോട്ടലിൽ ഉപയോഗിച്ചിരുന്നത്. സാധാരണ താക്കോലുകൾ കൊണ്ടോ കമ്പികൾ കൊണ്ടോ ഇത് തുറക്കാൻ കഴിയില്ല. പക്ഷേ മൊസാദിന്റെ സാങ്കേതിക വിഭാഗത്തിന് ഇതൊരു വെല്ലുവിളിയായിരുന്നില്ല. മുറിയുടെ വാതിലിന് പുറത്തുള്ള ഇലക്ട്രോണിക് പാനലിൽ ഒരു പ്രത്യേക ഉപകരണം ഘടിപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ ലോക്കിന്റെ പ്രോഗ്രാമിംഗ് അവർ മാറ്റിമറിച്ചു. ഇതോടെ അവർക്ക് സ്വന്തമായി നിർമ്മിച്ച കീ കാർഡ് ഉപയോഗിച്ച് ആ മുറിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാമെന്നായി. ആരും കാണാതെ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവർ മരണത്തിന് വഴിയൊരുക്കി.
മബ്ഹൂഹ് മടങ്ങിയെത്തുന്നതിന് തൊട്ടുമുമ്പ് 4 പേരടങ്ങുന്ന ഘാതക സംഘം ആ മുറിക്കുള്ളിൽ കടന്ന് പതിയിരിപ്പായി. അവർ കാത്തിരുന്നു. മബ്ഹൂഹ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ നിമിഷം ഇരുട്ടിൽ നിന്നവർ ചാടി വീണു. മബ്ഹൂഹ് ശക്തനായിരുന്നു. പക്ഷേ പരിശീലനം സിദ്ധിച്ച 4 കൊലയാളികൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല. ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയ ശേഷം തുടയിലോ പേശികളിലോ ആയി അവർ സക്സിനൈൽ കോളിൻ കുത്തിവെച്ചു. ശരീരം തളർന്നുപോകുന്ന, ശ്വസനപേശികൾ നിശ്ചലമാകുന്ന ആ അവസ്ഥയിൽ ഒരു തലയിണയുപയോഗിച്ച് അവർ അദ്ദേഹത്തിന്റെ ശ്വാസം മുട്ടിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷം അവർ അദ്ദേഹത്തെ കട്ടിലിൽ കിടത്തി ഉറങ്ങുന്നതുപോലെ പുതപ്പ് പുതപ്പിച്ചു. മരുന്നുകൾ ബെഡ് സൈഡ് ടേബിളിൽ വെച്ചു. എല്ലാം ഒരു സ്വാഭാവിക മരണം പോലെ തോന്നിക്കാൻ അവർ ശ്രദ്ധിച്ചു. വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ഡു നോട്ട് ഡിസ്റ്റർബ് ബോർഡ് വെച്ച് അവർ അവിടെ നിന്ന് അപ്രത്യക്ഷരായി. എന്നാൽ മൊസാദിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് ദുബായ് പോലീസിന്റെ പക്കലുണ്ടായിരുന്ന ആധുനിക സാങ്കേതിക വിദ്യയും ദാഹി കൽഫാൻ തമീമിയുടെ നിശ്ചയദാർഢ്യവുമാണ്. അന്വേഷണം വിപുലമായപ്പോൾ കണ്ടെത്തിയത് 26 വ്യാജ പാസ്പോർട്ടുകളുടെ വിവരങ്ങളാണ്. ഈ പാസ്പോർട്ടുകളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലെ യഥാർത്ഥ പൗരന്മാരുടേതായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരുടെ വിവരങ്ങൾ ഉപയോഗിച്ച് മൊസാദ് നിർമ്മിച്ചെടുത്ത ക്ലോൺഡ് പാസ്പോർട്ടുകൾ. ഉദാഹരണത്തിന്, ഇസ്രായേലിൽ ജീവിക്കുന്ന ബ്രിട്ടീഷ് വംശജരുടെ പാസ്പോർട്ട് വിവരങ്ങൾ അവർ ശേഖരിച്ചിരുന്നു. ആ പേരുകളും നമ്പറുകളും ഉപയോഗിച്ച്, പക്ഷേ കൊലയാളികളുടെ ഫോട്ടോ വെച്ചാണ് അവർ പുതിയ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയത്. ഇത് നയതന്ത്ര തലത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി. തങ്ങളുടെ പൗരന്മാരുടെ വിവരങ്ങൾ ഒരു വിദേശ ചാരസംഘടന കൊലപാതകത്തിനായി ഉപയോഗിച്ചു എന്നറിഞ്ഞപ്പോൾ ബ്രിട്ടനും ഓസ്ട്രേലിയയും അയർലൻഡും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ബ്രിട്ടൻ ഒരു ഇസ്രായേലി നയതന്ത്രജ്ഞനെ പുറത്താക്കുക പോലും ചെയ്തു. അന്വേഷണം പുരോഗമിക്കവേ കൊലയാളികൾ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡുകളുടെ വിവരങ്ങളും പുറത്തുവന്നു. ഇവ അമേരിക്കയിലെ ഒരു ബാങ്ക് വഴിയാണ് ഇഷ്യൂ ചെയ്തിരുന്നത്. ഈ കാർഡുകൾ ഉപയോഗിച്ച് അവർ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും ഹോട്ടലുകളിൽ പണം നൽകുകയും ചെയ്തിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകൾ ദുബായ് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കൂടാതെ കൊലയാളി സംഘം ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും നിർണായകമായി. അവർ പരസ്പരം നേരിട്ട് വിളിച്ചിരുന്നില്ല, മറിച്ച് ഓസ്ട്രിയയിലുള്ള ഒരു കൺട്രോൾ റൂമിലേക്കാണ് കോളുകൾ ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ കൈമാറിയിരുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഹബ്ബ് കണ്ടെത്തിയതോടെ ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്ന് വ്യക്തമായി. ഈ ഓപ്പറേഷൻ വെറും 24 മണിക്കൂർ കൊണ്ടാണ് നടപ്പിലാക്കിയതെങ്കിലും മാസങ്ങളുടെ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു. മബ്ഹൂഹിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ ശീലങ്ങൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ എല്ലാം അവർ കൃത്യമായി പഠിച്ചിരുന്നു. 2009 തന്നെ മൊസാദിന്റെ സംഘം ദുബായിലെത്തി റെക്കികൾ നടത്തിയിരുന്നു. മബ്ഹൂഹ് എപ്പോൾ വരും, എവിടെ താമസിക്കുമെന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. ബഹുപക്ഷം ഹമാസിനുള്ളിൽ തന്നെ മൊസാദിന് ചാരന്മാരുണ്ടായിരുന്നിരിക്കാം എന്ന സംശയവും ബലപ്പെട്ടു. അല്ലെങ്കിൽ മബ്ഹൂഹിന്റെ ഫോണോ ഇമെയിലോ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കാം എന്ന സംശയവും ബലപ്പെട്ടു. ദുബായ് പോലീസ് പുറത്തുവിട്ട 27 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ലോകം മുഴുവൻ വൈറലായി. അതിൽ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള കൊലയാളി സംഘം ചിരിച്ചുകൊണ്ട് ഹോട്ടൽ ലോബിയിലൂടെ നടക്കുന്നതും ഷോപ്പിംഗ് മാളുകളിൽ കറങ്ങുന്നതും വ്യക്തമായിരുന്നു. ഗെയിൽ ഫോളിയാർഡ് എന്ന പേരിൽ അറിയപ്പെട്ട ആ സ്ത്രീ വലിയൊരു തൊപ്പിയും സൺഗ്ലാസും ധരിച്ചിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ ഒരുപക്ഷെ വിഷമോ മറ്റായുധങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. ഇതെല്ലാം കണ്ട് ലോകം അമ്പരന്നു. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള മൊസാദിന്റെ ഓപ്പറേഷനുകൾ യഥാർത്ഥ ജീവിതത്തിൽ എത്രത്തോളം ഭീകരവും കൃത്യവുമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. എന്നാൽ ആരാണ് മഹ്മൂദ് അൽ മബ്ഹൂഹ്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയേറെ റിസ്ക് എടുത്ത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ പോലും പണയപ്പെടുത്തി അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചത്? ഇതിന്റെ ഉത്തരം തേടി നമുക്ക് 1980കളിലെ ഗാസയിലേക്ക് പോകണം. കല്ലുകളും തീപ്പന്തങ്ങളും കൊണ്ട് പലസ്തീൻ യുവാക്കൾ ഇസ്രയേലി ടാങ്കുകളെ നേരിട്ടിരുന്ന് ഒന്നാം ഇന്തിഫാദയുടെ കാലം. അവിടെയാണ് മഹ്മൂദ് അൽ മബ്ഹൂഹ് എന്ന പോരാളിയുടെ ഉദയം. ഗാസയിലെ രാത്രികൾക്ക് ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ദൂരെ ഒരു ജനറേറ്ററിന്റെ മങ്ങിയ മുഴക്കം, ഇടയ്ക്ക് കേൾക്കുന്ന സൈനിക വാഹനങ്ങളുടെ കർക്കശമായ ചക്രശബ്ദം, പിന്നെ എല്ലാത്തിനുമപ്പുറം മനുഷ്യരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മൗനത്തിന്റെ ഭാരം. ആ മൗനത്തിനകത്താണ് മഹ്മൂദ് അൽ മബ്ഹൂഹ് വളർന്നത്. ചെറുപ്പത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി, ഇവിടെ ജീവിക്കുന്നത് ശരീരത്തിന്റെ ശക്തി കൊണ്ടല്ല, മനസ്സിന്റെ പിടിവാശി കൊണ്ടാണെന്ന്. ഭയമുള്ളിൽ കയറിയാൽ പിന്നെ അതിനെ പുറത്താക്കാൻ എളുപ്പമല്ല. അതിനാൽ ഭയത്തെ തന്നെ ആയുധമാക്കുന്നവരുടെ ലോകത്തിലേക്ക് അയാൾ പതുക്കെ കടന്നു. ഇന്തിഫാദയുടെ കാലത്ത്
തെരുവുകൾ ഒരു പഠനശാല പോലെയായിരുന്നു. ഓരോ രാത്രിയും പുതിയൊരു പഠനം. ഒരിടത്ത് കല്ലുകൾ പറക്കും, മറ്റൊരിടത്ത് കരച്ചിലുകൾ ഉയരും, പിന്നെ ഒരിടത്ത് ഒരാൾ നിശബ്ദനായി കെട്ടിടങ്ങളുടെ നിഴലിലേക്ക് മറയും. മഹ്മൂദ് അൽ മബ്ഹൂഹ് ആ നിഴലുകളെ തന്റെ സ്വന്തം ഭാഷയായി പഠിച്ചു. ആളുകളുടെ മുഖത്തു വരയ്ക്കപ്പെടുന്ന ഭയം, കോപം, നിസ്സഹായത ഇതെല്ലാം അയാൾ വായിച്ചു. ആ വായനയിൽ നിന്ന് വന്നതായിരുന്നു അയാളുടെ തിരഞ്ഞെടുപ്പ്. സമാധാനം പറഞ്ഞു ജീവിക്കുകയല്ല, തിരിച്ചടി പറയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുകയെന്ന്. അവിടെ നിന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചവരുടെ കൂട്ടത്തിലേക്ക് മഹ്മൂദ് മാറുന്നത്. ഒരു സംഘടനയ്ക്ക് തോക്കും പണവും മാത്രം പോരാ, ശാന്തമായി നീങ്ങുന്ന അത്യന്തം അച്ചടക്കമുള്ള മനുഷ്യരും വേണം. മഹ്മൂദ് അങ്ങനെയുള്ളവനായിരുന്നു. വലിയ പ്രസംഗങ്ങളില്ല, പക്ഷെ തീരുമാനങ്ങളിൽ കഠിനത. അടുത്തവർക്ക് പോലും അയാൾ എല്ലാം തുറന്നു പറയില്ല. കുറച്ചറിഞ്ഞാൽ കുറച്ചപകടം എന്നൊരു ശീലവാക്യം അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ മഹ്മൂദ് പൂർണ്ണമായി വിശ്വസിച്ചു. 1989-ൽ ഇസ്രയേലി സൈനികരായ അവി സാസ്പോർത്താസ്, ഇലാൻ സാദോൺ എന്നിവരുടെ തട്ടിപ്പുണ്ടാക്കലിനും കൊലപാതകത്തിനും പിന്നിൽ മഹ്മൂദ് ഉണ്ടെന്ന ഇസ്രയേൽ ആരോപണം ഉയർന്നതോടെയാണ് അയാൾ മൊസാദിന്റെ കണ്ണിൽ മരിക്കേണ്ട പേരായി മാറിയത്. ആ വർഷം മുതൽ മഹ്മൂദ് മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു എന്നത് പിന്നീടുള്ള എല്ലാ സംഭവങ്ങളിലേക്കും നിഴലായി വീണ ഒരു സത്യമാണ്. അയാളുടെ ജീവിതം അതിനുശേഷം ഒരു സ്ഥിരമോട്ടമായി. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക്, ഒരു പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക്. യാത്രയ്ക്കിടയിലെ ചെറിയ മുറികളിൽ പോലും അയാൾ വാതിൽ 2 തവണ പരിശോധിക്കും. ജനൽപ്പാളകൾ അടച്ചിരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. പിന്നെ ഒരു നിമിഷം നിൽക്കും, ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസം നേടാൻ. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ചിന്ത മറ്റൊരു തണുത്ത യുക്തിയായിരുന്നു. ഒരു രാജ്യത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക് അതിന്റെ സുരക്ഷാ ഭീഷണി എന്ന് തോന്നുന്ന ആളുകളെ ടാർജറ്റായി കണ്ടാൽ ആ വ്യക്തിയുടെ ശ്വാസം പോലും രാഷ്ട്രീയ തീരുമാനമായി മാറും. മഹ്മൂദ് എന്ന പേരിനു പിന്നിൽ അവർ കണ്ടത് ഒരു വ്യക്തിയെയല്ല, ആയുധമെത്തിക്കുന്ന വഴികൾ, സാമ്പത്തിക ചാനലുകൾ, രഹസ്യബന്ധങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു ശൃംഖലയായിരുന്നു. അതുകൊണ്ടാണ് ദുബായിലെ ആ ഹോട്ടൽ മുറിയിൽ അവസാനിപ്പിച്ചത് ഒരു ജീവൻ മാത്രമല്ല, ഒരുപാട് രഹസ്യങ്ങളുടെ തലവേദന കുറച്ച ഒരു ശ്രമവും കൂടിയായിരുന്നു അത്. മബ്ഹൂദ് സ്വന്തമായി ജീവിക്കുമ്പോഴും തന്റെ ചുറ്റുമുള്ളവർക്ക് അവനൊരു കുടുംബക്കാരനായിരുന്നു. യുദ്ധം പറയുന്നവരുടെ ഉള്ളിൽ പോലും വീട്ടിലേക്കുള്ള ഓർമ്മകൾ ജീവിക്കും. ചില രാത്രികളിൽ അയാൾ ഫോൺ കയ്യിലെടുത്ത് നിൽക്കും. വിളിക്കാൻ മനസ്സുണ്ടാകും, പക്ഷെ വിളിച്ചാൽ അത് താൻ സ്നേഹിക്കുന്നവരെ അപകടത്തിലാക്കുമോ എന്ന ഭയം. അതാണ് ചാരപ്രവർത്തനവും വേട്ടയും തമ്മിലുള്ള ഏറ്റവും ക്രൂരമായ കളി, സ്നേഹത്തെ തന്നെ ഒരപകടമായി മാറ്റുന്നത്. ദുബായിലേക്ക് വരുന്നതിന് മുമ്പ് മബ്ഹൂജിന്റെ മനസ്സിൽ ഒരു ചെറു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെന്ന് കൂട്ടാളികൾ പിന്നീട് പറഞ്ഞു. ദുബായ് സുരക്ഷിതമാണ്, പക്ഷേ അതുകൊണ്ടാണ് അപകടം എന്നൊരു സംശയം. സുരക്ഷിതം എന്ന വാക്ക് ചിലപ്പോൾ ഉറക്കം വരുത്തും. ഉറക്കം വരുമ്പോഴാണ് വേട്ടക്കാരൻ അടുത്തേക്ക് വരുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്ക് നീങ്ങുമ്പോൾ, ലോബിയിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ, ലിഫ്റ്റിന്റെ കണ്ണാടിയിൽ തന്റെ മുഖമൊന്നു നോക്കുമ്പോൾ അയാളുടെ ഉള്ളിലെ അലാറം ഒരു തവണ മൃദുവായി മണിച്ചിരിക്കും. മറുവശത്ത് കൊലയാളികളുടെ മനസ്സിൽ വികാരങ്ങൾക്കിടമില്ല. ഓപ്പറേഷൻ ഒരു വാക്കിൽ നിർവചിക്കപ്പെടും: കൃത്യത. അവർ പരസ്പരം നോക്കും, ചെറിയ ഒരു ചലനം, തലയുടെ നേരിയ കുനിയൽ, അത്രയും മതിയാകും. അവരുടെ പരിശീലനം അവരെ മനുഷ്യരിൽ നിന്ന് പ്രവർത്തനങ്ങളാക്കി മാറ്റിയതുപോലെ. വാതിൽ തുറക്കും, ഉള്ളിൽ കടക്കും, പുറത്തുവരും. അതൊരു വാചകമല്ല, ഒരു പ്രാർത്ഥന പോലെയാണ്. കാരണം ചെറിയ ഒരു പിഴവ് പോലും മുഴുവൻ ലോകത്തെ ഉണർത്തും. പിന്നീട് നടന്നത് ഫോറൻസിക് പരിശോധനകൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്രഗ് ആൻഡ് സഫൊക്കേഷൻ കൊലപാതകമായിരുന്നു. സക്സിനൈൽ കൊളീൻ പോലുള്ള പേശികളെ തളർത്തുന്ന മരുന്ന് ശരീരത്തിൽ കയറുമ്പോൾ മനുഷ്യൻ ഉണർന്നിരിക്കാം, പക്ഷേ സംസാരിക്കാൻ കഴിയില്ല, കൈ ഉയർത്താൻ കഴിയില്ല, സഹായം വിളിക്കാനാകില്ല. ശ്വാസം പതുക്കെ പതുക്കെ കെട്ടുപോകും. പുറത്തുനിന്ന് നോക്കിയാൽ അത് ഉറക്കമാകാം. അകത്തനുഭവിക്കുന്നത് ചുണ്ടുകൾ തുറക്കാനാകാതെ നിലവിളിക്കുന്ന ഒരു ജീവൻ. മബ്ഹൂജ് അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരും അറിയില്ല. പക്ഷേ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ കണ്ണുകളിൽ മാത്രം ഒരു വാക്ക് ബാക്കി നിൽക്കും: എന്തിന്? ഹോട്ടൽ മുറിയുടെ ഭിത്തികൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാകാം, പക്ഷേ അവയ്ക്ക് സാക്ഷ്യം പറയാനാവില്ല. ദുബായ് പോലീസ് CCTVയിലൂടെ മനുഷ്യരുടെ നിഴലുകൾ കണ്ടെത്തി, പക്ഷേ മനസ്സുകൾ കണ്ടെത്തുക അതിലും ബുദ്ധിമുട്ടാണ്. മബ്ഹൂജിനെ വധിച്ചതിന്റെ ഉദ്ദേശം അവർക്ക് വ്യക്തമാക്കാൻ സാധിച്ചു. എന്നാൽ അതിന്റെ വില എത്രയാണെന്ന് ലോകം പിന്നീട് കണ്ടു. വ്യാജ പാസ്പോർട്ടുകളുടെ വിവാദം, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി,
ചാരലോകത്തെ തുറന്നു കാണിച്ച ദൃശ്യങ്ങൾ. ഒരു ഹോട്ടൽ മുറിയിൽ നിന്നാണ് ആ അലയടയ്ക്കുകൾ പല ഭൂഖണ്ഡങ്ങളിലേക്കും പരന്നത്. അന്നത്തെ ദുബായിലെ ശീതളമായ എയർ കണ്ടീഷൻഡ് ഇടനാഴികളിൽ ആളുകൾ ചിരിച്ചുകൊണ്ട് നടന്നു. സ്റ്റാഫ് വാതിലുകൾ തുറന്നു. ഒരു ഫോണിന്റെ ബെൽ റിങ് ചെയ്തു. ലിഫ്റ്റ് മുകളിലേക്ക് കയറി. എല്ലാം സാധാരണമായിരുന്നു. CCTVയിൽ അവരുടെ മുഖങ്ങൾ പകർത്തപ്പെട്ടെങ്കിലും അത് കാണുന്നതിനു മുൻപ് തന്നെ അവർ വിമാനത്താവളത്തിലെ തിരക്കിൽ അപ്രത്യക്ഷരായി. ആരോ ഒരു കോഫി വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു. ആരോ ഡ്യൂട്ടി ഫ്രീയിൽ പെർഫ്യൂം മണക്കുന്നു. ആരോ ഫോൺ നോക്കി നിൽക്കുന്നു. ഇവരുടെ ഇടയിൽ നിന്നാണ് ലോകത്തെ നടുക്കിയ കൊലപാതകം ചെയ്തവർ കടന്നുപോയത്. ഈ സാധാരണത്വമാണ് ഭയപ്പെടുത്തുന്നത്. അസാധാരണമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഏറ്റവും സാധാരണമായ മുഖം വേഷമിടുമ്പോൾ സംശയം പോലും വൈകും. ദുബായ് പോലീസ് പുറത്തുവിട്ട വീഡിയോയും വിവരങ്ങളും കാണുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. കൊലയാളികൾ തമ്മിൽ പരിചയം കാണിക്കാതെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഒരാൾ മറ്റൊരാളുടെ പേരൊന്നും വിളിച്ചില്ല. ഒരുമിച്ച് ചിരിച്ച് സംസാരിച്ചതുമില്ല. ഇത് ശിക്ഷണത്തിന്റെ അടയാളമാണ്. പിടിക്കപ്പെട്ടാൽ ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് അധികം പറയാനാവില്ല. ഇതിലൂടെ മൊസാദ് പോലുള്ള ഒരു സംവിധാനത്തിന്റെ ക്രൂരതയും തെളിയുന്നു. അവരുടെ മനുഷ്യരെ ബന്ധങ്ങളിൽ നിന്ന് മുറിച്ചുമാറ്റി ടാസ്കുകളിലേക്ക് മാത്രം ചുരുക്കുന്നു. ബന്ധങ്ങളുണ്ടെങ്കിൽ കുറ്റബോധം വരാം. കുറ്റബോധം വന്നാൽ കൈകൾ വിറയ്ക്കാം. കൈകൾ വിറച്ചാൽ പിഴവുണ്ടാകും. അവിടെ നിന്ന് തുടങ്ങുന്ന ശൃംഖല ഒരു രാജ്യത്തെ വരെ അപമാനിക്കാം. അതുകൊണ്ട് അവർ മനസ്സിനെയും ശാസിക്കുന്നു. എന്നാൽ ഒടുവിലൊരു സത്യമാണ് മുന്നിൽ നിൽക്കുന്നത്. മബ്ഹൂഹിന്റെ ജീവിതം 1989 മുതൽ തന്നെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം ഒരു ദിവസം ദുബായിൽ പൂർത്തിയാക്കപ്പെട്ടു. പക്ഷേ ലക്ഷ്യം പൂർത്തിയാക്കിയതുകൊണ്ട് കഥ തീർന്നു എന്ന് കരുതിയ മൊസാദിന് പിന്നിൽ വന്ന പ്രതികരണങ്ങൾ, നയതന്ത്ര പ്രതിസന്ധികൾ, ലോകം മുഴുവൻ ചർച്ച ചെയ്ത ചാരലോക വെളിപ്പെടുത്തലുകൾ, ഇവയെല്ലാം ഒരു ഓപ്പറേഷൻ വിജയമാണോ പരാജയമാണോ എന്ന ചോദ്യം പൊട്ടിച്ചുകീറി. ഒരാളെ കൊല്ലുക എളുപ്പമാണ്. പക്ഷേ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുക അതിലും എളുപ്പമല്ല. ഇനി കഥയെത്തുന്നത് ഏറ്റവും ഇരുണ്ട ഒരിടത്തേക്കാണ്. മബ്ഹൂഹിന്റെ മരണം ഹമാസിൽ സൃഷ്ടിച്ച സംശയങ്ങളും പ്രതികാര പദ്ധതികളും, ഇസ്രയേൽ ഭയപ്പെട്ടിരുന്ന പുതിയ നീക്കങ്ങളും. കാരണം ഒരു നേതാവിനെ കൊല്ലുമ്പോൾ ചിലപ്പോൾ ഒരു സംഘടന ചിതറും, ചിലപ്പോൾ അത് കൂടുതൽ കഠിനമാകും. മബ്ഹൂഹിന്റെ പേരിൽ ഇനി എത്ര പേരുകൾ കൂടി ഹിറ്റ് ലിസ്റ്റുകളിൽ എഴുതപ്പെടും? ആരുടെയൊക്കെ ഉറക്കം ഇനി നഷ്ടപ്പെടും? കൊലപാതകം നടന്നതിന് ശേഷമുള്ള ദിവസങ്ങൾ ഗാസയിൽ ഒരു അസ്വസ്ഥതയുടെ കാലമായിരുന്നു. ജനുവരി 29 ഡമാസ്കസിലെ യാർമുക് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന മഹ്മൂദ് അൽ മബ്ഹൂഹിന്റെ സംസ്കാര ചടങ്ങ് ഒരു വിലാപയാത്രയായിരുന്നില്ല, മറിച്ച് ഒരു പ്രതിജ്ഞയായിരുന്നു. പച്ച നിറത്തിലുള്ള ഹമാസ് പതാകയിൽ പൊതിഞ്ഞ മഹ്മൂദിന്റെ മൃതദേഹത്തിനു ചുറ്റും ആയിരങ്ങൾ തടിച്ചുകൂടി. അവരുടെ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ കത്തിയത് കോപമായിരുന്നു. നിങ്ങളുടെ വിരലടയാളങ്ങൾ എല്ലായിടത്തുമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പാത തുടരും എന്നെഴുതിയ വലിയ ബാനറുകൾ ഉയർന്നു. ഹമാസ് നേതാവ് ഖാലിദ് മിഷാൽ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതൊരവസാനമല്ല, ഇതൊരു തുടക്കമാണ്. അവി സാസ്പോർത്താസും ഇലാൻ സാദോണും മാത്രമല്ല, മബ്ഹൂഹിന്റെ ശിഷ്യന്മാരുടെ കൈകളാൽ ഇനിയുമേറെ പേർ മരിക്കും. ആ വാക്കുകൾക്ക് ഒരു യുദ്ധപ്രഖ്യാപനത്തിന്റെ ചൂടുണ്ടായിരുന്നു. പക്ഷേ ഹമാസിനുള്ളിൽ തന്നെ മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു, സംശയത്തിന്റെ യുദ്ധം. എങ്ങനെയാണ് മബ്ഹൂഹിന്റെ അതീവ രഹസ്യമായ യാത്രയുടെ വിവരങ്ങൾ പുറത്തുപോയത്? ദുബായ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പലസ്തീനികൾ അറസ്റ്റിലായതോടെ ഈ സംശയം ബലപ്പെട്ടു. അഹമ്മദ് ഹസ്നീൻ, അൻവർ ഷെഖൈബർ എന്നീ 2 പേർ ജോർദാനിൽ നിന്ന് പിടികൂടി. ഇവർ ഫത്താഹ് പാർട്ടിയിലെ മുൻ ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും മുഹമ്മദ് ദഹ്ലാൻ എന്ന ഫത്താഹ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരാണെന്നും ഹമാസ് ആരോപിച്ചു. ഇവർ മൊസാദിന്റെ കൊലയാളി സംഘത്തിന് ലോജിസ്റ്റിക് സഹായം നൽകി. ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യാനും കാറുകൾ വാടകയ്ക്കെടുക്കാനും സഹായിച്ചു. ഈ കണ്ടെത്തൽ സ്വന്തം ചോരയിൽപ്പെട്ടവർ തന്നെ ഒറ്റുകൊടുത്തു എന്നത് പലസ്തീൻ ജനതയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സഹോദരൻ സഹോദരന് ഒറ്റിക്കൊടുക്കുന്ന ചാരവൃത്തിയുടെ ഈ മുഖം മബ്ഹൂഹിന്റെ മരണത്തേക്കാൾ വലിയ മുറിവാണുണ്ടാക്കിയത്. ഇതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. വിജയിച്ച ഓപ്പറേഷൻ എന്ന് മൊസാദ് കരുതിയെങ്കിലും നയതന്ത്രപരമായി അതൊരു വലിയ പരാജയമായി മാറിക്കൊണ്ടിരുന്നു. തങ്ങളുടെ പൗരന്മാരുടെ പാസ്പോർട്ടുകൾ മോഷ്ടിച്ച് കൊലപാതകത്തിന് ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇസ്രയേൽ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി ശകാരിച്ചു. ബ്രിട്ടൻ ലണ്ടനിലെ ഒരു ഇസ്രയേലി നയതന്ത്രജ്ഞനെ പുറത്താക്കി. സുഹൃത്തുക്കളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന ചോദ്യം
യൂറോപ്പിൽ നിന്നുയർന്നു. ജർമ്മൻ വിദേശകാര്യമന്ത്രി ഗ്വീഡോ വെസ്റ്റർവെൽ പറഞ്ഞു, ഈ സംഭവത്തിന്റെ ചുരുളഴിയണം, ഇത് അത്യാവശ്യമാണ്. ഇസ്രയേൽ പതിവ് പോലെ മൗനം പാലിച്ചു. ഞങ്ങൾ ചെയ്തില്ല എന്നവർ പറഞ്ഞില്ല, ഞങ്ങൾ ചെയ്തു എന്ന് സമ്മതിച്ചതുമില്ല. ഈ ആംബിഗ്വിറ്റി അവരുടെ സ്ഥിരം തന്ത്രമായിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ മബ്ഹൂവിന്റെ മരണം ഒരാശ്വാസമായിരുന്നു. 1989-ൽ 2 ഇസ്രയേലി സൈനികരെ കൊന്നവനോടുള്ള കണക്ക് 21 വർഷങ്ങൾക്ക് ശേഷം വീട്ടി എന്ന സംതൃപ്തി അവർക്കുണ്ടായിരുന്നു. മബ്ഹൂവിന്റെ മരണം ഗാസയിലേക്കുള്ള ആയുധക്കടത്തിന് വലിയൊരു തിരിച്ചടിയാകുമെന്ന് ഇസ്രയേൽ വിശ്വസിച്ചു. കാരണം മബ്ഹൂ വെറുമൊരു നേതാവായിരുന്നില്ല. ഇറാനിൽ നിന്നും സുഡാനിൽ നിന്നും ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന സങ്കീർണമായ ശൃംഖലയുടെ മാസ്റ്റർ ബ്രെയിനായിരുന്നു അദ്ദേഹം. ആ കണ്ണി മുറിഞ്ഞാൽ അത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഹമാസിന് മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരും. പക്ഷേ ദുബായിലെ ആ ഹോട്ടൽ മുറിയിൽ ബാക്കിയായത് കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ്. ദുബായ് പോലീസ് ചീഫ് ദാഹി ഖൽഫാൻ തമീം ഒരു പടി കൂടി കടന്നു പറഞ്ഞു, ഈ കൊലപാതകത്തിന് പിന്നിൽ മൊസാദ് മേധാവി മേയർ ദഗാനാണ്. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണം. ഒരു അറബ് പോലീസ് മേധാവി ഇസ്രയേലിന്റെ ചാരത്തലവനെതിരെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ഇത് വെറുമൊരു പോലീസ് കേസല്ല, മറിച്ച് അറബ് ലോകത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി. ഓപ്പറേഷൻ കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ 26 പേർ ടെന്നീസ് റാക്കറ്റുകളും ഷോപ്പിംഗ് ബാഗുകളുമായി ദുബായിൽ കറങ്ങിയ ആ വിനോദസഞ്ചാരികൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവർ ഒരുപക്ഷേ ഇസ്രയേലിലെ തിരക്കേറിയ തെരുവുകളിൽ മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ ജീവിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് മറ്റൊരു ദൗത്യത്തിനായി തയ്യാറെടുക്കുന്നുണ്ടാകും. അവരുടെ പേരുകൾ മാറിയിട്ടുണ്ടാകും, മുഖങ്ങൾ മാറിയിട്ടുണ്ടാകും, പക്ഷേ അവരുടെ ഓർമ്മകളിൽ ആ ജനുവരി രാത്രിയും 230-ാം നമ്പർ മുറിയും മായാതെ നിൽക്കുന്നുണ്ടാകും. കാരണം എത്ര വലിയ ചാരനായാലും ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം നേരിൽ കണ്ടതിന്റെ ഓർമ്മ അത്ര പെട്ടെന്ന് മായില്ല. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? സാങ്കേതികവിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ പകയും പ്രതികാരവും അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും എന്നതാണോ? അതോ നിഴലുകളിൽ നടക്കുന്ന യുദ്ധങ്ങൾക്ക് ഒരിക്കലും ജയപരാജയങ്ങളില്ല, മറിച്ച് ഇരകൾ മാത്രമേ ഉള്ളൂ എന്നതാണോ? മഹ്മൂദ് അൽ മബ്ഹൂ ഒരു കൊലപാതകിയാണോ അതോ രക്തസാക്ഷിയാണോ എന്നത് നിങ്ങൾ ആരുടെ പക്ഷത്ത് നിന്ന് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഒന്നുറപ്പാണ്, അദ്ദേഹം ജീവിച്ചത് തീക്കരലുകൾക്കിടയിലായിരുന്നു, മരിച്ചതും അതേ തീയിൽ തന്നെയാണ്. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിത്രം കൂടി മനസ്സിൽ തെളിയട്ടെ. ദുബായിലെ ആ ആഡംബര ഹോട്ടലിന്റെ ശാന്തമായ ഇടനാഴി. അവിടെ ഇപ്പോഴും ആളുകൾ നടക്കുന്നു, ചിരിക്കുന്നു, ജീവിക്കുന്നു. പക്ഷേ ആ തണുത്ത ചുമരുകൾക്ക് മാത്രം അറിയാം അവിടെ ഒരിക്കൽ മരണം വിരുന്നുകാരനായി വന്നിരുന്നുവെന്ന്. ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. ചില താളുകൾ രക്തം കൊണ്ട് എഴുതപ്പെടുന്നു, ബാക്കിയുള്ളവർ അത് മഷിയെന്ന് കരുതി വായിച്ചു പോകുന്നു. മബ്ഹൂവിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. അത് മരുഭൂമിയിലെ കാറ്റുപോലെ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന പകയുടെ കഥയായി അവശേഷിക്കുന്നു. ഈ കഥയുടെ അവസാന പേജുകൾ മറിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കേവലം ഒരു വ്യക്തിയുടെ മരണമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ രക്തം പുരണ്ട ഒരു അധ്യായമാണ്. മഹ്മൂദ് അൽ മബ്ഹൂ എന്നതൊരു പേരല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. മറവിയിലേക്ക് തള്ളപ്പെട്ടാലും തിരികെ എത്തുന്ന പ്രതികാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ദുബായിലെ ആ രാത്രിക്ക് ശേഷം ലോകം ഒരുപാട് മാറി. CCTV ക്യാമറകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. ബയോമെട്രിക് പാസ്പോർട്ടുകൾ യാത്രകളെ കൂടുതൽ തുരസ്യമാക്കി. എന്നാൽ ചാരവൃത്തിയോ? അത് പഴയതിലും ശക്തമായി, എന്നാൽ കൂടുതൽ അദൃശ്യമായി ഇന്നും തുടരുന്നു. അന്ന് വ്യാജ പാസ്പോർട്ടുകളും വേഷം മാറലുമായിരുന്നു ആയുധം. എങ്കിൽ ഇന്നത് സൈബർ ആക്രമണങ്ങളും ഡ്രോൺ വധങ്ങളുമായി രൂപം മാറി. പക്ഷേ അടിസ്ഥാനം ഒന്ന് തന്നെയാണ്: ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക, എന്ത് വില കൊടുത്തും. മബ്ഹൂവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നീതി എന്നത് കിട്ടാക്കനിയായി അവശേഷിക്കുന്നു. കൊലപാതകികൾ പിടിക്കപ്പെട്ടില്ല, ഗൂഢാലോചന നടത്തിയവർ ശിക്ഷിക്കപ്പെട്ടില്ല. എങ്കിലും ഖാസയിലെ തെരുവുകളിൽ മബ്ഹൂ ഇന്നും ജീവിക്കുന്നു. കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന വീരകഥകളിൽ ഇസ്രയേലിന്റെ കണ്ണുവെട്ടി നടന്ന ആ നിറൽ മനുഷ്യൻ ഇന്നും നായകനാണ്. അവർക്ക് ശരീരത്തെ കൊല്ലാൻ കഴിയുമേക്കാം, പക്ഷേ ആശയത്തെ കൊല്ലാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ട്. മബ്ഹൂവിന്റെ മരണത്തിന് ശേഷം
ഹമാസ് തകർന്നുപോയില്ല. പകരം അവർ പുതിയ തന്ത്രങ്ങൾ പഠിച്ചു, പുതിയ വഴികൾ കണ്ടെത്തി. അതേസമയം മൊസാദിന്റെ ആസ്ഥാനമായ തെല്ലവീവിലും ഈ ഓപ്പറേഷൻ ഒരു പാഠ്യപുസ്തകമാണ്. വിജയിച്ച പരാജയം എന്നാണ് ചില മുൻ ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത്. ലക്ഷ്യം കണ്ടു, പക്ഷേ മുഖം നഷ്ടപ്പെട്ടു. രഹസ്യമായി ചെയ്യേണ്ട കാര്യം പരസ്യമായി പോയി. എങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ആരെയും ലോകത്തിന്റെ ഏത് കോണിലായാലും തേടിപ്പിടിച്ചു വധിക്കും എന്ന സന്ദേശം നൽകാൻ അവർക്ക് കഴിഞ്ഞു. ഭയം വിതയ്ക്കുക എന്നതും ചാരപ്രവർത്തനത്തിന്റെ ഒരു ലക്ഷ്യമാണല്ലോ. ഇന്ന് അൽബുസ്താൻ റൊട്ടാന ഹോട്ടലിലെ 230 നമ്പർ മുറിയിൽ മറ്റൊരു അതിഥി താമസിക്കുന്നുണ്ടാകാം. അയാൾ ജനലിലൂടെ പുറത്തെ തിളങ്ങുന്ന ദുബായ് നഗരത്തിലേക്ക് നോക്കുമ്പോൾ ആ മുറിയിൽ 2010 ജാനുവരി 19 നടന്നത് എന്താണെന്ന് അറിയുന്നുണ്ടാകില്ല. ചരിത്രം അങ്ങനെയാണ്. രക്തക്കറകൾ മായ്ച്ചു കളഞ്ഞ് പുതിയ പെയിന്റടിച്ച് അത് വീണ്ടും ചിരിക്കും. പക്ഷേ ആ ചുവരുകൾക്കുള്ളിൽ, ആ നിശബ്ദതയിൽ മഹ്മൂദ് അൽ മബ്ഹൂഹിന്റെ അവസാന ശ്വാസം ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാകാം. മനുഷ്യൻ എത്ര വലിയവനായാലും അവസാനം വിധിയുടെ മുന്നിൽ നിസ്സഹായനാണ്. പക്ഷെ ചിലർ വിധിയെ വെല്ലുവിളിച്ച് ജീവിക്കുന്നു. മബ്ഹൂഹ് അങ്ങനെ ഒരാളായിരുന്നു. വേട്ടക്കാരൻ പിന്നാലെയുണ്ടെന്നറിഞ്ഞിട്ടും ഓട്ടം നിർത്താത്ത ഇര. ഒടുവിൽ വേട്ടക്കാരൻ ജയിച്ചു. പക്ഷേ ആ ജയം ആഘോഷിക്കാൻ അവർക്ക് മുഖംമൂടികൾ വേണ്ടിവന്നു. അതാണ് ഈ കഥയുടെ ബാക്കി പത്രം. ഇരുട്ടിൽ നിന്ന് വന്ന് ഇരുട്ടിലേക്ക് മടങ്ങിയ ആ 26 പേർ. ഒരുപക്ഷെ അവർ ഇപ്പോൾ നമ്മളിൽ ഒരാളായി ഒരു സൂപ്പർമാർക്കറ്റിലോ ഒരു പാർക്കിലോ നമ്മളെ കടന്നുപോകുന്നുണ്ടാകാം. അവരുടെ മുഖത്ത് പഴയ ആ ചിരിയുണ്ടാകാം. പക്ഷേ അവരുടെ ഉള്ളിൽ അതവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത മബ്ഹൂഹ് ആരാണ്? അടുത്ത 230 നമ്പർ മുറി എവിടെയാണ്? ഉത്തരം കാലം മാത്രമേ പറയൂ. അതുവരെ ജാഗ്രതയോടെ ഇരിക്കുക. കാരണം കണ്ണുകൾ എല്ലായിടത്തുമുണ്ട്, കാണാത്ത കണ്ണുകൾ. നന്ദി.